ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തറ മാത്രമായിട്ടുള്ളൂ. അത് ശരി. സാർ നോക്കി. അമ്മേ, ജോത്സ്യനെ കണ്ടു, മുഹൂർത്തവും കുറിച്ചു. ഇന്നേക്ക് 10-ാം നാൾ കല്യാണം. അതെ, ആദ്യം കല്യാണം വിളിക്കുന്ന അമ്മയാ. വലിയ ആളും ബഹളമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അതുപോരാ, കേരളത്തിലുള്ള പോലീസുകാരെ മൊത്തത്തിൽ വിളിക്കണം. പന്തല് മുഴുവൻ കാക്കി കൊണ്ടാണ് നിറയണം. പറ്റിയ വൈകുന്നേരം ആമിട് പോലീസിന്റെ ഗാനമേളയും. ആണോ? എന്നാ പിന്നെ താലിയിട്ട് കഴിയുമ്പോ ഒരു ലാത്തി ചാർജും ആകാശത്തേക്ക് 2 റൗണ്ട് വെടി. അമ്മേ, നിങ്ങളൊക്കെ വന്നു വേണം ഈ കല്യാണം ഒന്ന് ഉഷാറാക്കി തരാം. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്ത ആളാണേ. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം നമുക്ക് ആ ജോത്സ്യന്റെ ഒന്ന് കൊടുക്കണം. ഈ വീട് പണി നമ്മൾ ചടപടാന്ന് അങ്ങോട്ട് തീർക്കുന്നു, എന്നിട്ട് ഈ 2 എണ്ണത്തിനും പിടിച്ചങ്ങോട്ട് കെട്ടിക്കുന്നു. ജാതകമൊക്കെ നേരത്തെ നോക്കിയതാ മോനെ, നല്ല ചർച്ചയാ. ആണോടാ? ഓ, ജാതകം നോക്കി മനസ്സുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു. മക്കൾ എത്ര വേണമെന്ന് വരെ തീരുമാനിച്ചു. എത്ര എണ്ണം വേണം? ഒരെണ്ണോ? 10 എണ്ണം സാർ. ആണോടി? ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും എന്നെക്കാളും ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? വാക്കത്തേക്ക് മൂർച്ചയുണ്ടോ നോക്കാൻ വഴിയെ പോകുന്നവന്റെ കഴുത്ത് വെട്ടാൻ വരെ മഴയുടെ ബലം കണ്ടിട്ടോ. നിന്നെയായിരുന്നു അവിടെ വെച്ച് 2 എണ്ണം പൊട്ടിക്കേണ്ടിയിരുന്നു. എന്താ ചെയ്യാ, ഒന്ന് നിർത്ത്. ഇനി അമ്മയുടെ സപ്പോർട്ടും കൂടെ. ഈ കല്യാണത്തിന് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ താഴ്വാരത്ത് എനിക്ക് പരിചയമുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ സൂപ്പർവൈസർ. ആഴ്ചയിൽ 1-2 ദിവസം വന്നു പോകാം. മനുഷ്യനായിട്ട് ജീവിക്കേ മതി. പോലീസ് സ്റ്റേഷനിലെ തരികടയും അങ്ങാടിയിലെ ജഗപുകയും. ഞാൻ പോവില്ല. എന്താ പറഞ്ഞേ? മുഖത്ത് നോക്കി വർത്താനം പറടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി തന്നെ. അവിടെ താഴെ അല്ല എന്റെ മോന്താ, ഇവിടെ. എന്റെ കണ്ണാ, നീയെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കെ. അവൻ കിടന്ന് തുള്ളട്ടെ. എന്റെ അമ്മയെ കുറിച്ചോ എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പോക്രിത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും. അതിനെനിക്ക് ഒരു പോലീസിന്റെ പിൻബലവും വേണ്ട. ആ പേരിൽ എന്നെ ആരും നാട് കടത്തും വേണ്ട. നിന്നെ നാട് കടത്തണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ പോയിരിക്കും. ഇതെന്താ അമ്മ, ഇത് കാട്ടുപോത്തോ? ഒന്നും പറയരുത്, ഇഷ്ടം കൊണ്ട് പറയണതല്ലേ. എന്തെടുക്കാൻ മനുഷ്യർ ചൊറിയാനും സമ്മതിക്കൂല പണ്ടാറം. മേലുദ്യോഗസ്ഥനെയും കണ്ട് കുറെ നാളത്തേക്കുള്ള ലീവ് എഴുതി കൊടുത്ത് പെണ്ണും കെട്ടി ആടിപ്പാടി കൂടാനുള്ള വരവ് അല്ലേ? തന്റെ കാര്യങ്ങൾ ഇത്ര വിശദമായി അലക്സി എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. അതെ, തന്റെ കാര്യം. അലക്സി, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ആര് കാണാനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് തമ്മിൽ നേരെ ചൊവ്വയൊന്ന് കാണാനാ. നീ എന്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലൂലടാ. കൊച്ചന്നൂരിയുടെ മോള് ചത്ത പഴങ്കഥ നീ കുത്തിപ്പൊന്തിക്കല്ലടാ. അങ്ങാടിയിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചവിട്ടി കയ്യടി വാങ്ങല്ലടാ.
എന്റെ കർത്താവേ, എടാ നിന്റെ കാലക്കട പുലിമുറ്റത്ത് അലക്സി ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റ രാത്രി ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സണ്ണിച്ചൻ പൊള്ളാച്ചി എത്തേണ്ട നേരം നിന്റെ കഴുത്തിന്റെ മേലെ തലയുണ്ടാവില്ല. നാശ, നിന്റെ നാശത്തിന്. പുലിമുറ്റത്ത് അലക്സിക്കും സണ്ണിക്കും താല്പര്യമില്ലെങ്കിൽ എനിക്ക് കഴുത്തിന് മുകളിൽ ഈ തല വേണമെന്നില്ല. ചെറിയ ചേട്ടാ, അലക്സി കുഞ്ഞിന് ഈ ബെഡ്റൂം ഒന്ന് തുറന്നു കൊടുക്ക. ആണുങ്ങൾ ആരെങ്കിലും കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയോ എന്നൊരു സംശയം. ഇനി നോക്കണ്ട, കേറി. ചെറിയ ചേട്ടാ, ചെറിയ ചേട്ടാ, സാറേ, ചെറിയ ചേട്ടാ, ഞാൻ ഉത്തമ, ഉത്തമ, എന്താ സാറേ? നീ ഒന്ന് വന്നേ. എന്താ കാര്യം? നീ വാ, പറയാം. കഴിഞ്ഞു. ഉത്തമ, എന്റെ കൈ കൊണ്ട അവൻ. ചെറിയ ചേട്ടാ, സർക്കിൾ ഓഫീസിലോ SP ഓഫീസിലോ വിളിച്ച് പറഞ്ഞു താമസിപ്പിക്കണ്ട. പറഞ്ഞേക്ക്. ഉത്തമ സാർ, സാർ. ഉത്തമ, നേരം പുലരാൻ ഇനി അധികം സമയമില്ല. പുലിമുറ്റത്ത് അലക്സിയ ചത്തത്, സണ്ണി ഇറങ്ങാനുള്ളത്. ജയൻ സാറിന്റെയും നമ്മുടെയൊക്കെ ശവം നുള്ളിപ്പെറുക്കിയെടുക്കേണ്ടി വരും പുല്ലൂരാങ്കുന്നിന്റെ മോളിൽ നിന്ന്. കുട്ടിക്കാലം മുതല് പോലീസുകാരുടെ കൂടെ ജീവിച്ചു കിട്ടിയ ധൈര്യമില്ലേ, ഇപ്പൊ അതാ വേണ്ടത്. ആ ധൈര്യം മാത്രം. വാ. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. മുകളിലിരിക്കുന്നവന്റെ തീരുമാനം നടന്നു എന്ന് വിചാരിച്ചാ മതി. ചാവണ്ടോ നിന്നെ ചത്തത്. വയറ് കീറി കഴുത്തിലും കാലിലും കല്ല് കെട്ടി ഭൂതത്താൻ കയറ്റിക്കൊണ്ട് താത്തുക. ഞാനും വരാം. വേണ്ട, ഞാനായിക്കോളാം. ജയേട്ടനെ നോക്കിയാ മതി.
അത് തറവാടിത്തം. ഒടുവിൽ ഞാൻ പറഞ്ഞ പോലെ പന്തിയിൽ ഇലയിട്ട് ആളിരുന്ന ശേഷം കണ്ണിക്കണ്ട ഹോട്ടലിലും കുച്ചിരിയിലും ഒക്കെ ചോറും കൂട്ടാനും അന്വേഷിച്ചൊരു ഓട്ടപ്പാച്ചില് പിശിക്കേ. ഈ വെപ്പുകാർക്ക് ഈ മുറുക്കുന്ന ശീലം അത്ര നല്ലതല്ല. വെക്കുമ്പോ ഞാൻ മുറുക്കാറില്ല. മുറുക്കുന്നു പറഞ്ഞാൽ വെക്കാറില്ല. അത് തറവാടിത്തം. പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. അതും തറവാടിത്തം. അപ്പോഴേ ഇനി 2 ദിവസമേ ഉള്ളൂ. സാധനങ്ങൾ ലിസ്റ്റിംഗ് കൊണ്ട് തരിക, അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും. പിന്നെ എലിയിട്ടിട്ട് ഓടേണ്ടി വന്ന ഞാൻ ഓടുകയല്ല, തന്നെ ഞാൻ അടിച്ചോടിക്കും. രണ്ടും ഉണ്ടാവില്ല. ഞാൻ വെച്ചാൽ തികഞ്ഞതാ, ബാക്കിയാവുള്ളൂ. അതും വേണ്ട. വില കൂടി അരിയും സാധനങ്ങളാ വാങ്ങിച്ചേരുന്നേ. അത് തറവാടിത്തം. വാചകടിക്കാൽ ജോലി നോക്കണം വെപ്പ. അതും തറവാടിത്തം. ഹലോ ബ്രദേഴ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് കുളിയും ജപമൊന്നുമില്ലേ? ഊണായി. അല്ല, അത് മൂപ്പർക്ക് കല്യാണത്തിന്റെ ഒരു എന്താ പറയാ, ഓ, പച്ച മലയാളത്തിൽ കൺഫ്യൂഷൻ എന്ന് പറയും. ആ അത് തന്നെ. കണ്ണ, നീ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ, ഗൗരിയെ. അവളാ ഇതിന്റെയൊക്കെ ഒരു ആവേശക്കാരി. ഇന്നലെ ഉത്തമേട്ടനെ ഈ വഴിക്ക് കണ്ടില്ല. ഞാൻ നോക്കിയിരുന്നത് ബാക്കി. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ മതി ഒരുങ്ങിയത്. വാ പോവാ. നിന്റെ കല്യാണം അല്ല അവിടെ. അവന്താ തീ ചവിട്ടിയാ നിക്കുന്നേ. ഞാൻ റെഡി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. മൂപ്പർക്ക് ഇത് എന്തെയാവോ ഒരു കനം? ഏയ് ഒന്നുമില്ല. എന്താ ഇപ്പൊ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. ഇതുപോലൊരു ദിവസം നമ്മുടെ കല്യാണ തലേന്ന് മുറ്റത്തൊരു പന്തല്, നിറച്ച ആൾക്കാര്, ഇതൊക്കെയല്ലേ? വേറെന്താ നമുക്ക് ഓർക്കാൻ അല്ലേ? നാളെ അവരുടെ കൂട്ടത്തില് നമുക്കും അങ്ങോട്ട് കിട്ടിയാലോ? വാ. ഇത് വണ്ടിയിലേക്ക് വെച്ചേക്കണോ? ആ തറവാടിത്തം സ്വാമി ആള് കത്തിയാണെങ്കിലും പാചകം കേമായിരിക്കും. ആട്ടെ, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയോ? കുറേശ്ശെ. അലക്സ് ഇത് എവിടെ പോയതാ? കണ്ണിച്ചാൻ പലതവണ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഒറ്റയ്ക്ക് ഇതിനുള്ള വല്ല ഓള് കാണും. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏത് പണ്ടാറത്തിലാണാവോ. എന്തായാലും ഇന്നെത്താതിരിക്കില്ല, നാളെ ചന്തയല്ലേ. ഇതെന്താ ഉത്തമ ഇത്രയും പൈസ? സാറിന്റെ കല്യാണം നിന്റെ തലയ്ക്ക് പിടിച്ചോ? ഇതാ. ഞാനേ പെണ്ണിന്റെ അച്ഛൻ, പയ്യന്റെ അമ്മാവൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഇൻ ഓൾ. ഈ സദ്യ ഉണ്ണാമെന്നോട് പിന്നാലെ ഈ പെട്ടിയും കൊണ്ട് നടന്നുകൊണ്ട് കാലെനിക്ക് പ്രയോജനമില്ല. ഊണും കഴിഞ്ഞ് ഏമ്പക്കം വിട്ടിച്ച് അവരങ്ങ് പോവും. ഇതിന്റെ ചില്ലാനത്തിന് നീ വരേണ്ടത് എന്റെ അടുത്താ. ഞാൻ ഈ ടിവിയിൽ നിറഞ്ഞു നിൽക്കട്ടടാ. ലൈറ്റ് പിടിച്ചേ. അത് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? എന്റെ മോളുടെ കല്യാണം. അല്ലാതെ പെണ്ണിന്റെ അച്ഛന്റെ ഫാഷൻ പരേഡ് ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാടോ താൻ കുറെ നേരമായി ഒന്ന് കുറയ്ക്കണേ? ചെക്ക, നീ ഈ പെട്ടിയും കൊണ്ട് ഈ സാധനത്തിന്റെ പിന്നാലെ കെട്ടിത്തിരിയാണ്ടേ അവിടെ പെണ്ണൊരുങ്ങുണ്ട്. അത് പോയിട്ടേ. അയ്യോ, ഞാനത് മറന്നുട്ടാ. അതെടുത്തേക്ക് വേഗം വാ. അപ്പോഴേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കല്ല. അപ്പൊ തനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ മീശ കല്യാണത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തതാ? അയ്യേ, ഇത് ഒറിജിനലാ. അപ്പൊ അത് നന്നായിട്ട് പിരിച്ച് കാക്കി പാന്റ് കയറ്റി ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കും. ഞാൻ റെഡി. പക്ഷേ ആ ക്യാമറക്കാരൻ അങ്ങോട്ട്